ഇന്നത്തെ ഒന്നാം വായനയിൽ നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും, എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. അക്കാലത്ത് മോശ ജനക്കൂട്ടത്തോട് പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. രണ്ടാം വായനയിൽ 1-ാം അധ്യായം 1 കൊരിന്തോസ് 7-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള തിരുവചനത്തിൽ കന്യക ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരയാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് അധികാരമുള്ളവനെ പോലെയാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. നാം ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. AD 680-ാം ആണ്ടിൽ ഒരു പകർച്ചവ്യാധി റോമ നഗരത്തെ ബാധിച്ചു. അനേകം നഗരവാസികൾ മരിച്ചു വീഴുന്നത് നഗരാധിപന്മാർക്ക് പരിഭ്രമത്തോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അവൻ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ ഫലശൂന്യമാകുകയും ചെയ്തു. അവസാനം മഹാദേവസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിനെ ജനങ്ങൾ അഭയം പ്രാപിച്ചു. അദ്ദേഹത്തോട് ചെയ്ത മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് നഗരം മഹാമാരിയിൽ നിന്നും രക്ഷപ്പെട്ടു. വിശുദ്ധ സെബസ്ത്യാനോസ് ഫ്രാൻസിലെ നർബൂൺ പട്ടണത്തിലാണ് ജനിച്ചത്. റോമിലെത്തി പട്ടാളത്തിൽ ചേർന്നു. യുവഭടനായ സെബസ്ത്യാനോസിൻ്റെ ധൈര്യവും സദ്ഗുണങ്ങളും മനസ്സിലാക്കിയ ഡയക്ലീഷ്യൻ അദ്ദേഹത്തെ ഒരു പട്ടാള വകുപ്പിൻ്റെ മേധാവിയാക്കി. എന്നാൽ ഈ വിശുദ്ധൻ ക്രൈസ്തവനാണെന്ന വസ്തുത അറിഞ്ഞിരുന്നില്ല. ഡയക്ലീഷ്യൻ്റെ കൽപ്പന പ്രകാരം 52 അൻപുകൾ ശരീരത്തിൽ കയറിയപ്പോഴും തൻ്റെ വിശ്വാസം ഉപേക്ഷിച്ചില്ല. ഗത കൊണ്ടടിച്ച് ജീവഹാനി വരുത്തി. അങ്ങനെ വിശുദ്ധ സെബസ്ത്യാനോസ് രക്തസാക്ഷിത്വ മകുടം ചൂടി. വിശുദ്ധ സെബസ്ത്യാനോസ് യേശുവിൽ ആഴമായി വിശ്വസിച്ചു. യേശുവാണ് തൻ്റെ ഏകരക്ഷകനെന്ന് ഉറച്ചു വിശ്വസിച്ചു. സ്വർഗമായിരുന്നു ലക്ഷ്യം. നാം എല്ലാം ഈ ലോകത്തിലെ യാത്രക്കാരാണ്. ആകയാൽ വിശുദ്ധൻ്റെ മാതൃക പിന്തുടരാം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. എല്ലാ പകർച്ചവ്യാധിയിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലി അർപ്പണത്തിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സർവശക്തനും നിത്യനുമായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉണരൂ പ്രിയജനരേ,
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹ ബഹുമാനപ്പെട്ട ഇടവക വികാരി ഫാദർ മേരി ജോൺ, ഫാദർ ജോൺ ബ്രിട്ടോ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഈ ദിവസങ്ങളിൽ നാം ഒരുങ്ങുകയായിരുന്നു. ഇന്ന് നാം സൗകര്യാർത്ഥം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഈ കൊച്ചു കപ്പേളയുടെ സമീപത്ത് ഒരുമിച്ച് കൂടി വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാ വർഷവും വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ച് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് നാം പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാൾ ആഘോഷം തീർച്ചയായും പ്രത്യേകിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാൻ്റെ തിരുനാൾ ആഘോഷം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം ക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് യേശുനാഥൻ പഠിപ്പിച്ച സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിൽ കവിഞ്ഞ് സ്നേഹമില്ല എന്ന വലിയൊരു സന്ദേശം തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. അതെ, ക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹത്തെ പ്രതി തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ച വലിയ ഒരു വിശുദ്ധൻ, വിശുദ്ധ സെബസ്ത്യാനോസിനോട് ഇപ്പോൾ ഇവിടെ നമ്മൾ ആമുഖത്തിൽ വായിച്ചു കേട്ടതുപോലെ പകർച്ചവ്യാധികളെ മാറ്റുവാനായി, നമ്മിൽ നിന്ന് അകറ്റുവാനായി പ്രത്യേകമായി നാം മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാനോട്. അതിൽ എല്ലാം ഉപരിയായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കേണ്ടത് ക്രിസ്തുവിനോടുള്ള ആഴമേറിയ സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധൻ ജീവിച്ചതുപോലെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് വേണ്ട ഉൾക്കാഴ്ചയും ഉൾക്കരുത്തും നൽകി നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. ഈ തിരുനാൾ ബലി പരിശുദ്ധമായ മനസ്സോടെ നിർമ്മലമായ ഹൃദയത്തോടെ ദൈവപിതാവിന് അർപ്പിക്കുവാൻ നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹൃദയവും മനസ്സ് നമുക്ക് ഒരുക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ ബലിയർപ്പണത്തിന് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള നിരവധിയായ പാപങ്ങളുണ്ട്. അവയ്ക്കെല്ലാം ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുള്ള നിമിഷങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹപ്രവർത്തകർ, സ്നേഹിതർ, ദൈവം ദാനമായി നൽകിയ മക്കൾ, അങ്ങനെ ആദിയായവരെയൊക്കെ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും വാക്കിലോ പ്രവൃത്തിയിലോ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് കഴുകി വിശുദ്ധീകരിച്ച് ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുച്ചോരയാൽ കഴുകി വിശുദ്ധീകരിച്ച നിർമ്മലമായ ഒരു ഹൃദയത്തിന് നമ്മെ ഉടമകളാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്
ദൈവ തിരുസന്നിധിയിൽ മാപ്പിനായി നമുക്ക് യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവ്വേകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനീശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ, നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാ
അങ്ങുദാനികനും നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ ഇന്നത്തെ പരിശുദ്ധമായ ഈ ബലിയിൽ ഇന്നത്തെ കർമ്മങ്ങൾ നേർച്ചയായി നടത്തുന്ന കുഴി ബംഗ്ലാവിൽ അതിൽ ആൻ്റണിയും കുടുംബത്തെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഒപ്പം നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥതയാൽ സ്വർഗീയ പിതാവിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ധീരതയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മഹനീയ മാതൃകയാൽ ഉത്ബോധിതരായി മനുഷ്യരെക്കാളുപരി അങ്ങയെ അനുസരിക്കാൻ ഞങ്ങൾ പരിശീലിക്കുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്നു അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും മോശ ജനങ്ങളോട് പറഞ്ഞ്, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഹൊറോബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ, ഈ മഹാഅഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും നിന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എൻ്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം. കർത്താവിൻ്റെ വചനം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്വസ്ത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. കൃതജ്ഞതാ സ്വസ്ത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ടാരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങളിന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ
നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും. സഹോദരരെ, നിങ്ങൾ ഉത്കണ്ഠരാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ചു കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. അവൻ്റെ താൽപ്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരരാണ്. വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരയാകുന്നു. ഞാനിത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല. പ്രത്യേക നിങ്ങൾക്കുചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കുവാൻ അവസരവും ഉണ്ടാകാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കഫർനാമിൽ സാബത്ത് ദിവസം യേശു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത്? അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഗലീലയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആകെയുള്ള സഭയും ലോകം മുഴുവനെയും നമ്മുടെ രൂപതയും ഇടവക സമൂഹത്തെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ചോദിക്കും മുമ്പേ ഞാൻ നിനക്ക് ഉത്തരമരളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നരുൾ ചെയ്ത ദിവ്യകാരുണ്യനാഥ, തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെയും പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും ഇടവുകാരി മേരി ജോണച്ചനെയും ഇന്നിവിടെ ബലിയർപ്പിക്കുന്ന അരുണച്ചനെയും വചനപ്രഘോഷണം നടത്തിയ ബ്രിട്ടോ അച്ഛനെയും ഇടവകയിൽ സേവനം ചെയ്ത സിസ്റ്റേഴ്സിനെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥയാൽ കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, തിന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ മക്കൾക്കും നന്മയുടെ പ്രകാശം നൽകി അനുഗ്രഹിക്കണമേ. ഇടവകയിലെ എല്ലാ മക്കളെയും സമൂഹത്തെയും നാടിനെയും സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇവരെ സഹായിക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥാൽ കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്നരുൾ ചെയ്ത യേശുവെ, എല്ലാ യുവജനങ്ങളെയും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. പഠിക്കുവാനുള്ള കഴിവും ബുദ്ധിയും ശക്തിയും നൽകി ഇവരെ സഹായിക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥാൽ കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുനാഥ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും വളർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടവരുത്തണമേ എന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് ദിവ്യവൈദ്യനായ യേശുവെ, പലവിധത്തിലുള്ള രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങ് കരുണയോടെ തൃക്കൻ പാർക്കണമേ. ജീവിതത്തിലുണ്ടാകുന്ന വേദനകൾ സന്തോഷത്തോടെ സഹിച്ച് ജീവിതം വിശദീകരിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നത്തെ ദിവ്യബലി നടത്തുന്ന അതുൽ ആൻ്റണിയെയും കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്യമങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കൃപാവരങ്ങൾ നൽകി ഇവരെ സഹായിക്കണമെന്നും നമ്മുടെ നാടിനെയും വീടിനെയും സമൂഹത്തെയും എല്ലാവിധ പകർച്ചവ്യാധിയിൽ നിന്നും കാത്തുരക്ഷിക്കണമെന്നും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥാൽ കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശ്ലീവാമേൽ നിത്യപിതാവിന് യോഗ്യബലിയായി തന്നെ കാഴ്ച കൊടുത്ത സൽഗുരുവായ ഈശോ തമ്പുരാനെ, ഈ ലോകത്തിൽ നിന്ന് അങ്ങേപ്പക്കലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ ആത്മാക്കളെയും തൃക്കൻ പാർത്ത് ശുദ്ധീകരണ സ്ഥലത്ത് അവരെ രക്ഷിച്ച് സകല നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിമളവും ഏതു സ്വീകാര്യമായൊരു സമയം, ഏതു സ്വർഗീയ സുന്ദര നിമിഷം. സ്നേഹത്തിൻ തിരുബലിയിൽ പങ്കുചേരാ സോദര ഗണമേ വരുവിൻ നിങ്ങൾ വേഗം. തിരുതെളിയും ബലിപീഠം അതിലുയരും പരിമളവും ഏതു സ്വീകാര്യമായൊരു സമയം, ഏതു സ്വർഗീയ സുന്ദര നിമിഷം. നൽകുക നിങ്ങളുടെ ജീവിതഭാരങ്ങൾ, കാഴ്ചവയ്ക്കാൻ കൈകളിലേന്തുക ജീവിത സൂര്യങ്ങൾ. ആകരദാരിൽ നൽകുക നിങ്ങളുടെ ജീവിതഭാരങ്ങൾ. അവയെല്ലാം നാഥൻ മുതവോടെ വാങ്ങും, അലിവീറും സ്നേഹത്താൽ കഴുകിയച്ചിടും. അവയെല്ലാം നാഥൻ മുതവോടെ വാങ്ങും, അലിവീറും സ്നേഹത്താൽ കഴുകിയച്ചിടും. സ്നേഹത്തിൻ തിരുബലിയിൽ പങ്കുചേരാ സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം. തിരുതെളിയും ബലിപീഠം അതിലുയരും
പരിമളവും ഇത് സ്വീകാര്യമായൊരു സമയം, ഇത് സ്വർഗീയ സുന്ദര നിമിഷം. െത്തുമ്പോൾ നീ ഓർക്കുകയെന്നും സോദരനെതിരായുള്ളൊരു സ്നേഹക്കുറവുകളെല്ലാമേ. കാഴ്ചയടയ്ക്കാനെത്തുമ്പോൾ നീ ഓർക്കുകയെന്നും സോദരനെതിരായുള്ളൊരു സ്നേഹക്കുറവുകളെല്ലാമേ. അവയെല്ലാം വേഗം അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചിടുക നീ. അവയെല്ലാം വേഗം അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചിടുക നീ. സ്നേഹത്തിൻ തിരുബലിയിൽ പങ്കുചേരാം. സഹോദരരെ, നാം ഏവരും ഒന്നു ചേർന്നർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമേ. അങ്ങേ സ്നേഹാഗ്നിയാൽ വിശുദ്ധ സെബസ്ത്യാനോസ് സകല ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ് ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് കൂടി നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾക്ക് കർത്താവാം ദൈവം പരിശുദ്ധൻ.
ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞു കണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലി പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം.
മരിച്ചു മൃത്യുവിനെ ജയിച്ചു ഉദ്ധാനം ചെയ്തു നീ ഞങ്ങൾക്കു ജീവനേകി മരണേ വിധൂതവ മഹിമ പ്രതാപമോടെ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിന്, അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മുല്ലശ്ശേരി മെത്രാനോടും വൈദിക ഗണത്തോടൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്കേറ്റു ചൊല്ലാം. വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത്
അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയേണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളോ നിങ്ങൾ അനുഗ്രഹീത. കർത്താവേ, അങ്ങിൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. കാരുണ്യമേ, നീ എന്നിൽ വന്നിടുമോ? കാരുണ്യമേ, നീ എന്നിൽ വന്നിടുമോ? ഈ ബലിവേദിയിൽ ഈയൽക്കാരയിൽ വാഴുന്ന എന്നേശുവേ, വാഴുന്ന എന്നേശുവേ, ദിവ്യകാരുണ്യനാഥ എന്നിൽ വന്നിടുക നീ. ദിവ്യകാരുണ്യനാഥ യേശുവേ, നീ എന്നുള്ളം കാണുന്നു, നീ എന്നുള്ളിൽ വാഴുന്നു, എന്നെ ഉള്ളം കൈയിൽ പാലിച്ചിടുന്നു. ഹൃദയങ്ങളൊന്നായി ക്ഷമിക്കാൻ, സ്നേഹത്തിൽ കൈകോർത്തു ചേരാൻ,
ഹൃദയങ്ങളൊന്നായി ക്ഷമിക്കാം, സ്നേഹത്തിൽ കൈകോർത്തു ചേരാം. യേശുവിൻ യാഗത്തെ ഓർക്കാം, ദിവ്യമിക്കോദാശയിൽ ദിവ്യകാരുണ്യനാഥ എന്നിൽ വന്നിടുക നീ. ദിവ്യകാരുണ്യനാഥ യേശുവേ, നീ എന്നുള്ളം കാണുന്നു, നീ എന്നുള്ളിൽ വാഴുന്നു, എന്നെ ഉള്ളം കയ്യിൽ പാലിച്ചിടുന്നു. പദരങ്ങൾ നിന്നെ സ്തുതിക്കാൻ, ആത്മാവിൽ സന്തോഷം നേടാൻ, സ്വർഗത്തിൻ വാതിൽ തുറക്കാൻ കാരുണ്യം തൂകേണമേ. പദരങ്ങൾ നിന്നെ സ്തുതിക്കാൻ, ആത്മാവിൽ സന്തോഷം നേടാൻ, സ്വർഗത്തിൻ വാതിൽ തുറക്കാൻ കാരുണ്യം തൂകേണമേ. ദിവ്യകാരുണ്യനാഥ എന്നിൽ വന്നേ. പ്രിയമുള്ളവരെ, ഭക്തി നിർഭരമായ ആഘോഷപൂർവകമായ തിരുനാളിന് സമാപനം കുറിക്കുകയാണ്. 3 ദിവസത്തെ തിരുനാൾ വളരെ ആത്മീയ ആഘോഷങ്ങളുടെ നിറവിൽ കൊണ്ടാടുവാനായിട്ട് അനുകൂലമായ കാലാവസ്ഥ നൽകി ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു. തിരുനാൾ ഇത്തരുണത്തിലിവിടെ സമാപിക്കുമ്പോൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് തിരുനാൾ ഭംഗിയായി നടത്തുവാനായിട്ട്. പ്രത്യേകമായ പ്രസിദ്ധേന്ത്യന്മാർ ഒന്നും തന്നെ ഈ തിരുനാളിന് ഇല്ലായിരുന്നുവെങ്കിലും ഇടവകജനത്തിൻ്റെ പ്രത്യേകമായ സഹായമാണ് ഒരാഴ്ചത്തെ സ്തോത്രക്കാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഭംഗിയായി നടത്തുവാനായിട്ട് ഇടവകജനങ്ങൾ വളരെ ആത്മാർത്ഥമായി സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ 3 ദിവസത്തെ തിരുനാൾ ഭക്തിസാന്ദ്രമായി കൊണ്ടാടുവാനായിട്ട് സാധിച്ചത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാവർക്കും ദൈവകൃപ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിശുദ്ധ ബലിയർപ്പണത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ബഹുമാനപ്പെട്ട അരുൺ ജെ ആറാടനച്ചനാണ്. അച്ഛനെ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്ത ദേവാലയത്തിലെ പുല്ലിച്ചിറ ദേവാലയത്തിലെ വികാരിയായി വളരെ വർഷക്കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലൂർദുപുരം പള്ളി, ചമ്മക്കാട് പള്ളി, അങ്ങനെ ഒരുപാട് ദേവാലയങ്ങളിൽ സേവനം ചെയ്ത് ഇപ്പോൾ കൊല്ലം ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജിൽ അച്ഛൻ സഹായിക്കുകയാണ്. വളരെ സ്നേഹത്തോടുകൂടി ഭക്തിസാന്ദ്രമായി ഗാനങ്ങൾ ആലപിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുൺ ജെ ആറാടനച്ചനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള നന്ദി വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. വളരെ ഗംഭീരമായി വചനപ്രഘോഷണം നടത്തിയത് ബഹുമാനപ്പെട്ട ബ്രിട്ടോ അച്ഛനാണ്. അച്ഛന് ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്, പട്ടം സ്വീകരിച്ചവരാണ്, ഒരുമിച്ച് പഠിച്ച് പട്ടം സ്വീകരിച്ചവരാണ്. അച്ഛനിപ്പോൾ കൊല്ലം രൂപദൈവത്തിലെ ഹോസ്പിറ്റൽ, പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായ ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ അച്ഛനായി സേവനം ചെയ്യുകയാണ്.
ഒരുപാട് തിരക്കുണ്ടായിട്ടും സൗഹൃദം പ്രമാണിച്ചാണ് അച്ഛൻ ഇന്നേ ദിവസം വന്ന് വളരെ ഭംഗിയായി. ദൈവസ്നേഹം പൂർണ്ണമാകുന്നത് മനുഷ്യസ്നേഹത്തിലാണ്. മനുഷ്യസ്നേഹം മാത്രം പോരാ, ദൈവസ്നേഹവും അത്യാവശ്യമാണ്. ആരാധനാലയങ്ങളുടെ പ്രവൃത്തി പ്രാർത്ഥന മാത്രമല്ല, പരോപകാര പ്രവർത്തനങ്ങൾ ചെയ്ത് സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുന്നതിലാണ് ഓരോ ആരാധനാലയത്തിൻ്റെയും പ്രത്യേകത. അതുകൊണ്ട് ഓരോ ആരാധനാലയങ്ങളും ഉയരുമ്പോൾ നമ്മൾ അഭിമാനിക്കണം. കാരണം അത്രയേറെ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും സമൂഹത്തിൽ പ്രചരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കും. വളരെ ഭംഗിയായി വചനപ്രഘോഷണം നടത്തിയ ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടോ അച്ഛന് ഞങ്ങളുടെ പേരുള്ള നന്ദി വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്. തിരുനാളിന് വേണ്ടി സ്പോൺസർ ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്. 3 ദിവസത്തെ തിരുനാളുകൾ 1-ാം ദിവസം ഏറ്റെടുത്ത് നടത്തിയത് സെൽവി, ബിജി, നിർമ്മല കുടുംബാംഗങ്ങൾ. 2-ാമത്തെ ദിവസത്തെ കുർബാന ഏറ്റെടുത്ത് നേർച്ചയായി നടത്തിയത് ഡൈനീഷ്യ മേവിൽ കുടുംബങ്ങളാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ നേർച്ചയായി നടത്തിയത് അതുൽ ആൻ്റണിയും കുടുംബാംഗങ്ങളുമാണ്. ഇവർ 3 ദിവസത്തെ തിരുനാളുകൾ ഭക്തിസാന്ദ്രമായി നേർച്ചയായി നടത്തിയ കുടുംബങ്ങൾക്ക് എല്ലാവരും പേരുള്ള നന്ദി അറിയിക്കുകയാണ്. തിരുനാൾ കോടി സ്പോൺസർ ചെയ്തത് അതുല്യ വിൽഫ്രഡാണ്. അൾത്താരയിലേക്ക് വേണ്ടിയുള്ള പൂക്കൾ സ്പോൺസർ ചെയ്തത് അലോഷ്യസ് ജോസഫാണ്. 3 ദിവസത്തെയും അൾത്താരയിലേക്കുള്ള പൂക്കൾ സ്പോൺസർ ചെയ്തത്. പ്രദക്ഷിണത്തിന് വേണ്ടി 3 രൂപങ്ങളാണ് അലങ്കരിച്ച് ഇറക്കിയത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം, പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ രൂപം, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ രൂപം, 3 രൂപവും സ്പോൺസർ ചെയ്ത് നൽകിയത് ബിജു സിംബോറിയൻ, രജനി സിംബോറിയൻ, കല്ലുവിള വീടാണ്. കുടുംബങ്ങൾക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പ്രദക്ഷിണത്തിന് വേണ്ടിയുള്ള വിളക്ക് സ്പോൺസർ ചെയ്ത വ്യക്തികളുണ്ട്. തിരുക്കർമ്മങ്ങൾക്ക് സഹായിച്ച കൊൺഫ്രിയ സഭാംഗങ്ങൾക്ക്, സിസ്റ്റേഴ്സ്, അൾത്താര ബാലകർ, കണക്കൻ. പ്രദക്ഷിണത്തിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്ത മതബോധന അധ്യാപകർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, KCYM അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഭക്തസംഘടനകൾ, കൊൺഫ്രിയ സംഘടനകൾ, മതബോധന അധ്യാപകർ, ഇവർക്കൊക്കെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പ്രദക്ഷിണം പോകുന്ന വഴികൾ അലങ്കരിച്ചവർ, പ്രദക്ഷിണം പോകുന്ന വഴികളിൽ ജലം വിതരണം ചെയ്തവർ, ലഘുഭക്ഷണം കൊടുത്തവർ, പ്രദക്ഷിണത്തിന് സഹായിച്ച വോളണ്ടിയേഴ്സ്, ഇവർക്കൊക്കെ പ്രത്യേകമായി ഇത്തരുണത്തിൽ നന്ദി അറിയിക്കുകയാണ്. വളരെ ഭംഗിയായി സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ച സൂം സൗണ്ടിനും ഈ കുരിശടിയിൽ പന്തലിട്ട് സഹായിച്ച ബിനുവിനും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കണ്ണനല്ലൂർ കൊട്ടിയം സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും സൗണ്ട് സിസ്റ്റം കുരിശടികളിൽ ക്രമീകരിച്ച വിപിൻ VR സൗണ്ടിനും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ക്ഷമിക്കുക. ഏറെ പ്രത്യേകിച്ച് തിരുനാളിന് വേണ്ടി നേതൃത്വം നൽകിയ ധനകാര്യ സമിതി അംഗങ്ങൾ, കൈക്കാരൻ ഏഞ്ചൽ അലക്സ്, സെക്രട്ടറി സോബിൻ സോളമൻ, ധനകാര്യ സമിതി അംഗങ്ങളായ സണ്ണി ജോസഫ്, റോബർട്ട്, എഡിസൺ അംഗങ്ങൾക്കും പ്രത്യേകമായി എല്ലാ അജപാലന സമിതി അംഗങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും വളരെ ഭംഗിയായി ഗാനങ്ങൾ ആലപിച്ച ഇടവക കൊയർ, അലൻ്റെ നേതൃത്വത്തിലുള്ള ഇടവക കൊയറിനും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ലൈവ് പ്രോഗ്രാം നടത്തിയ ആൻ്റണിക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി
അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. വിശുദ്ധനായ സെബസ്ത്യാനോസേ, വീരചരമം പ്രാപിച്ചവനെ, വിശ്വാസികളാം ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, വീരചരമം പ്രാപിച്ചവനെ, വിശ്വാസികളാം ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ദേശവിളക്കായി ദൈവം പിന്നിലുയർത്തിയ മഹിയാത്മാവേ, ദേശവിളക്കായി ദൈവം പിന്നിലുയർത്തിയ മഹിയാത്മാവേ, കാവൽ വിളക്കായി എന്നും ഞങ്ങളുടെ കൂടെ നടക്കണമേ. കാവൽ വിളക്കായി എന്നും ഞങ്ങളുടെ കൂടെ നടക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, വീരചരമം പ്രാപിച്ചവനെ, വിശ്വാസികളാം ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവൻ നൽകിയ പുണ്യാത്മാവേ, വിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവൻ നൽകിയ പുണ്യാത്മാവേ, വിശ്വാസത്തിൽ ഞങ്ങൾ വളരാൻ പ്രാർത്ഥിക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങൾ വളരാൻ പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, വീരചരമം പ്രാപിച്ചവനെ, വിശ്വാസികളാം